അല്ല, ഞാനൊരു സാമൂഹ്യമായി ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റത്തെ നിഷ്കളങ്കമായി കാണുന്നില്ല. പെട്ടെന്ന് കുറേ ആളുകൾക്ക് അങ്ങ് ഭയങ്കരമായ ഭക്തി വന്നിരിക്കുന്നു എന്ന രൂപത്തിലുമല്ല ഞാൻ കാണുന്നത്. അതൊരു വലിയ ഹിന്ദു വിഭാഗങ്ങളുടെ ഒരു വലിയ പ്രോജക്റ്റാണ്. ഹിന്ദുത്വ വിഭാഗത്തിൻ്റെ വലിയൊരു പ്രോജക്റ്റാണ്. ഇപ്പോൾ ധാരാളം പ്രായമായ സ്ത്രീകൾ അവരുടെ ജീവിത രീതിയെ തന്നെ മാറ്റി മറിക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. അത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ്. അവർക്ക് പല ഘട്ടങ്ങളിൽ എല്ലാ ദിവസവും അമ്പലങ്ങളിൽ മിക്കവാറും മുഴുവൻ സമയവും ഇരിക്കാവുന്ന തരത്തിലുള്ള പല 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 പരിപാടികൾ ക്രമീകരിക്കപ്പെടുകയാണ്. അതിന് രാവിലെ അവിടെ ചെന്നാൽ പ്രാതൽ കിട്ടും, ഉച്ചയ്ക്ക് സദ്യയുണ്ട്, വൈകുന്നേരത്തെ ഭക്ഷണം ചായയുണ്ട്, രാത്രി ഭക്ഷണമുണ്ട്. ഇങ്ങനെ അമ്പലത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗത്തിന് മുഴുവൻ ജീവിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് പറഞ്ഞു തീർത്തോടെ, ഇവർക്ക് ദീർഘയാത്രകൾ പല അമ്പലങ്ങളിലേക്ക്, അതെല്ലാം ചെറിയ പൈസയ്ക്ക് പോകാനും കഴിയുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ജീവിതത്തിൽ അമ്പലത്തിലേക്ക് പോവുക എന്നത് മാത്രമാണ് ജീവിത രീതി എന്ന് ചുരുക്കുന്നു. ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരേ വിശ്വാസമുള്ള ആളുകളുടെ കൂട്ടായ്മ മാത്രമായി ഒരുങ്ങുന്നു. അത്രയും പറഞ്ഞാൽ നിർത്താം. നമ്മൾ മുൻപും ധാരാളം ആളുകൾ അമ്പലത്തിൽ പോകാറുണ്ട്. പക്ഷെ ഇപ്പോൾ അത് അമ്പലത്തിൽ നിന്ന് മാറേണ്ടാത്ത അത്രയും ഒരു ജീവിതക്രമം ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് യാദൃച്ഛികമല്ല. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നമ്മൾ ഇതുവരെ കാണാത്ത പരിപാടികൾ മുഴുവൻ വരികയാണ്. ഇതിൻ്റെ പണം എവിടെ നിന്ന് വരുന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ക്ഷേത്രങ്ങളിൽ പോലും എപ്പോഴും ഈ അന്നദാനം ഉണ്ടാകും. അങ്ങനെ നിരന്തരം അവിടേക്ക് ആളുകൾ എത്തുക, അവിടെ